നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പറവ ഫിലിംസിന് വേണ്ടി ബാബു ഷാഹിർ, സൗബിൻ ഷാഹിർ, ഷോൺ ആൻ്റണി ഒപ്പം ഗോകുലം മൂവീസും ചേർന്ന് നിർമ്മിച്ച ചിദംബരം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, ശ്രീനാഥ് ഭാസി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ഇത് 2008 ഏറ്റവും നല്ല ജീവൻ രക്ഷാപ്രവർത്തകനുള്ള അവാർഡ് നേടിയ സിജു ഡേവിഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി സൃഷ്ടാക്കളെടുത്ത ഒരു സൃഷ്ടിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. കുട്ടനും അനിലും സുഭാഷും മഞ്ഞുമലിലെ സാധാരണ കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാ സാധാരണ തൊഴിലാളികളെയും പോലെ അവരും മദ്യപിക്കും, ചിലപ്പോൾ അടിയും ഉണ്ടാക്കും. മഞ്ഞുമലിൽ അവർക്ക് ഒരു ക്ലബ്ബുണ്ടായിരുന്നു. യുവദർശന എന്നാണ് അവരുടെ ക്ലബിൻ്റെ പേര്. വടംവലി മത്സരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി. ഇവർ ഒരു വേളയിൽ യുവ എന്നും ദർശന എന്നും 2 ക്ലബ്ബുകളായിട്ട് വേർപിരിയുണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല, ആ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. വടംവലി ഇവരുടെ ഒരു ഹോബിയാണ് എന്നുള്ള കാര്യത്തിന് മാത്രമാണ് ഒരു പ്രസക്തി ഉള്ളത്. അങ്ങനെ ഇരിക്കെ അവർ ഒരു ഉല്ലാസയാത്ര പോവുകയാണ്. അവർ ചെന്നെത്തുന്നത് ഗുണ ഗുഹയിലാണ്. അതായത് കമലഹാസൻ്റെ ഗുണ എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഗുഹയിൽ. സാത്താൻ്റെ അടുക്കള എന്നാണ് സായിപ്പന്മാർ ഇട്ടിരുന്ന പേര് എന്ന് ആ നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട്. ഈ സിനിമയിൽ ആ ഗുഹയെപ്പറ്റി, ആ ഗുണഗുഹയെപ്പറ്റി സാത്താൻ്റെ അടുക്കള എന്ന് പറയുന്നുണ്ട്. അതങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് ഗുണ എന്ന സിനിമയിൽ കമലഹാസൻ പാടിയ ഒരു പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള ഒരു കാഴ്ചയും ഒരു കേൾവിയും തന്നെയാണ് അത്. പോകെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സിനിമയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ഉജ്ജ്വലമായ ഫോട്ടോഗ്രാഫിയാണ്, ചലച്ചിത്ര ഛായാഗ്രഹണമാണ് ഈ സിനിമയിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ആ പ്രകൃതി സൗന്ദര്യം, അവിടുത്തെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് അവർ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഗുഹയിൽ ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അവർ അങ്ങനെ പോകുന്ന സമയത്ത് സുഭാഷ് ഒരു ഗർത്തത്തിലേക്ക് പതിക്കുന്നു. ഒരു കുഴിയാണത്. ആ കുഴിയുടെ ഉള്ളിലേക്ക് സുഭാഷ് വീണു പോകുന്നു. ഏതാണ്ട് ഒരുപാട് അടി താഴ്ചയുള്ള കുഴിയാണ് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പോലീസുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് 900 അടി ആഴമെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ കൊടൈക്കനാൽ മലയുടെ അത്രയും തന്നെ ആഴം അതിന് ഉണ്ടാകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് വരുന്നു. അയാളും വളരെ നിസ്സഹായനാണ്. ഈ വരുന്ന ഫോറസ്റ്റ് ഗാർഡും അയാളും നിസ്സഹായനാണ്. പോലീസുകാരും വരുന്നു, ഫയർഫോഴ്സും വരുന്നു. അവർക്ക് ഭയം കൊണ്ട് അവർ ആ കുഴിയിൽ ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ ഇത് ആരോ വീണതാണ്, തങ്ങൾക്കതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള മനോഭാവം അയാളുടെ ആ ഗാർഡിൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പോലീസുകാരുടെ സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും. ഈ കുട്ടികൾ, ഈ ബോയ്സിൽ 3-4 പേർ, ബാലു വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് പോലീസുകാർ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത് ഇവരോട്. തങ്ങൾക്കൊന്നും ഒരു ബാധ്യതയുമുള്ള കാര്യമല്ല. അങ്ങനെയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. തങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല, ഇതൊക്കെ നിങ്ങളുടെ കാര്യം എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ പോലീസുകാർ വരുന്നു, ഫയർഫോഴ്സ് വരുന്നു. പക്ഷേ അവർ മടിച്ചു നിൽക്കുകയാണ്. അവരും ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. ഈ കുഴിയിലിറങ്ങി ഇയാളെ രക്ഷിക്കാൻ അവരും തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ആ സിനിമയുടെ ഇൻ്റർവെൽ വരെ പോകുന്നത്. അങ്ങനെയാണ് വളരെ രസകരമായിട്ടാണ് സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ചെറുപ്പകാലം ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ചെറുപ്പകാലം സംവിധായകൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ കുട്ടികൾ ഒളിച്ചു കളിക്കുന്നതും, സുഭാഷ് ഒരു വീപ്പയിൽ കയറി ഒളിക്കുന്നതും, പിന്നീട് അവൻ എണീക്കുന്നത് പൈൻ മരങ്ങൾക്കിടയിലാകുന്നതും അതാണ്. ഭാവഭംഗിയോടെയാണ് തന്നെയാണ് സംവിധായകൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ ആഴമുള്ള വെള്ളത്തിൽ ചാടുന്നുണ്ട്. സുഭാഷ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സുഭാഷ് പിന്നീട് ചാടുന്നുണ്ട്. കുട്ടികളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു കുട്ടിയെ കുട്ടൻ വന്ന് രക്ഷിക്കും. കുട്ടൻ്റെ ചെറുപ്രായത്തിലുള്ള കുട്ടൻ വെള്ളത്തിൽ ചാടി ആഴത്തിൽ മുങ്ങി അവനെ രക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അങ്ങനെ അവർ ഈ ഫയർഫോഴ്സുകാരും പോലീസുകാരും നാട്ടുകാരും ഫോറസ്റ്റ് ഗാർഡും ഒക്കെ മടിച്ചു നിന്നെടുത്ത് താൻ കുഴിയിലിറങ്ങി സുഭാഷിനെ രക്ഷിക്കാം എന്ന് പറയുന്നത് ആ കുട്ടനാണ്. അവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയ കുട്ടിയെ രക്ഷിച്ച കുട്ടനാണ് ഇവിടെ പറയുന്ന മുതിർന്ന സമയത്ത് പറയുന്നത് താൻ രക്ഷിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സൗബിൻ ഷാഹിറാണ് കുട്ടനെ അവതരിപ്പിക്കുന്നത്. സുഭാഷിനെ അവതരിപ്പിക്കുന്നത് ശ്രീനാഥ് ഭാസിയാണ്. അങ്ങനെ കുട്ടൻ കുഴിയിലിറങ്ങി സുഭാഷിനെ രക്ഷിക്കുന്നു. ഇതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. കഥ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു സിനിമ എന്ന് പറയുന്നത് കഥയല്ല, അതിൻ്റെ വിഷ്വലൈസേഷനും അത് നൽകുന്ന ആസ്വാദന ഭംഗിയും എല്ലാം ആണ്. എങ്കിൽ പോലും ചില അവസരങ്ങളിൽ നമുക്ക് കഥ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കഥ പറഞ്ഞു, സിനിമയുടെ കഥ മുഴുവൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾക്ക് അത് ആസ്വാദനം ഭംഗിയായിട്ട് കിട്ടണമെന്നില്ല. അത് സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഈ പറയുന്നതും കൂടെ വെച്ച് ചേർത്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആസ്വാദനം ഭംഗിയായിട്ട്, കുറച്ചുകൂടി ഭംഗിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഈ ആസ്വാദനം എത്തുക. അതല്ലാതെ ഞാനൊരു കഥ പറഞ്ഞു, ഒരു സിനിമയുടെ കഥ പറഞ്ഞു എന്ന് കരുതി ആ സിനിമയ്ക്ക് നാളെ മുതൽ ആളുകൾ കയറാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് കഥയല്ല. കഥയാണെങ്കിൽ പിന്നെ കഥാപ്രസംഗം കേൾക്കാൻ പോയാൽ മതിയല്ലോ. ഇവിടെ അത് ആണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പലരും കഴിഞ്ഞ ഭ്രമയുഗത്തിൻ്റെ റിവ്യൂവിൽ എനിക്ക് വന്ന കമൻറ്റുകൾ ആണ് കഥ പറയരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയല്ല സിനിമ എന്ന് പറയുന്നത്, കഥയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കഥാപ്രസംഗം കേൾക്കാൻ പോയാൽ മതി. ഇവിടെ അത് അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഭരതൻ്റെ മാളൂട്ടി, മഹേഷ് നാരായണൻ തിരക്കഥ എഴുതിയ മലയൻ കുഞ്ഞ് തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ, ഒരാളെ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്തും കാണിക്കുന്നത്. പക്ഷേ ഭരതൻ്റെ മാളൂട്ടിയിൽ ജയറാമും ഉർവശിയും KPC ലളിതയൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ച് നമ്മെ ആസ്വദിപ്പിച്ച സിനിമയാണ് മാളൂട്ടി എന്ന് പറയുന്നത്. മലയൻ കുഞ്ഞിലാണെങ്കിൽ മഹേഷ് നാരായണൻ തിരക്കഥ എഴുതിയ മലയൻ കുഞ്ഞിലാണെങ്കിൽ ഫഹദ് ഫാസിൽ ഉജ്ജ്വലമായിട്ടുള്ള അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവരാമായിരുന്നു. കൊണ്ടുവരാത്തത് കൊണ്ട് നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. സിനിമയിൽ കുറ്റം പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അതിനുള്ള സാധ്യത ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് തിരക്കഥാകൃത്ത് പ്രയോജനപ്പെടുത്തിയില്ല. തുടക്കത്തിൽ തന്നെ ഈ സിനിമയുടെ തുടക്കം നമ്മൾ നോക്കുക, എന്തോ ഭയങ്കര ധൃതിയാണ്, എല്ലാ കാര്യത്തിനും ധൃതിയാണ്, ബഹളമാണ്. അവിടെ തിരക്കഥ പരാജയപ്പെട്ടു, സംവിധാനവും അവിടെ പരാജയപ്പെട്ടു, സംവിധാനവും തിരക്കഥയും അവിടെ പരാജയപ്പെട്ടു. ഒരു അപ്പം കഴിച്ചിട്ട് നമ്മൾ പറയണം ഇതിൻ്റെ മൂലയ്ക്ക് നല്ല അപ്പമാണ്, ഈ ഭാഗം നല്ലതാണ്, ഈ ഭാഗം മോശമാണ്. ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? ഒരപ്പം ഒരാൾ കഴിച്ചാൽ നല്ല അപ്പം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിരിക്കണം എന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എങ്കിൽ പോലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ സിനിമയിൽ നമ്മുടെ കണ്ണു നനയിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അവസാനം ഈ പേപ്പർ കട്ടിങ് കണ്ട് ഇയാളുടെ അമ്മ, അതായത് സുഭാഷിൻ്റെ അമ്മ വന്ന് ഇയാളെ കെട്ടിപ്പിടിക്കുന്ന, ഈ കുട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ നമ്മളുടെ കണ്ണ് നനയിക്കുന്ന ഒരു രംഗം തന്നെയാണ് ആ പേപ്പർ കട്ടിങ് കണ്ടിട്ട്. ആ പേപ്പർ കട്ടിങ് കണ്ടിട്ടാണ് പറയുന്നത് സിജു ഇങ്ങനെ ഇവിടെ മാത്രം ഒതുങ്ങിപ്പോണ്ട ഒരാളല്ല. സിജു ഡേവിഡ് എന്ന് പറയുന്ന ആളുടെ കഥയാണല്ലോ ഇത് എന്ന് അവസാനം നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. 2008 ഏറ്റവും നല്ല ജീവൻ രക്ഷാപ്രവർത്തനത്തിലുള്ള അവാർഡ് വാങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിൽ നിന്നും എടുത്ത, അല്ലെങ്കിൽ അതിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇതിൻ്റെ സൃഷ്ടാക്കൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ സിനിമ ആദിമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാക്കി മാറ്റിയിട്ടുണ്ട് സംവിധായകൻ. അതിൽ തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. ആദിമധ്യാന്തം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദിമധ്യാന്തം ഈ സിനിമ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.